പ്രൈസ് ലോഡ് നമുക്കിന്ന് 20 മുതൽ ഉൽപ്പത്തി പുസ്തകം 3:20 മുതൽ 24 വരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യം ഞാനതൊന്ന് വായിക്കാം. എ മാൻ named his wife Eve because she was the mother of all the living. The Adonai God made garments from the skin for Adam and his wife and clothed them. The Adonai God said, "Now that the man has become like one of us, knowing good and evil, he must not be allowed to stretch out his hand and take also from the tree of life and eat and live forever." So Adonai God expelled him from the orchard in the Eden to cultivate the ground from which he has taken, which he drove the man out. He placed on the eastern side of the orchard in Eden angelic sentries, അവിടെ സെറാഫിം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, who used the flame of whirling sword to guard the way of the tree of life. നമ്മൾ മലയാളത്തിൽ അത് ഇച്ചിരി ഏറെയാണ്. ജീവനുള്ള എല്ലാവരുടെയും മാതാവാകൊണ്ട് ആദാം തൻ്റെ ഭാര്യയ്ക്ക് ഹവ എന്ന് പേരിട്ടു. യഹോവ ദൈവം ആദാമിനെ തൻ്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കി അവരെ ധരിപ്പിച്ചു. യഹോവ ദൈവം, നോക്കൂ, മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവിധം നമ്മിൽ ഒരുവരെ പോലെ ആയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലവും കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കുവാൻ ഇടവരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരിക്കുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ ദൈവം മനുഷ്യനെ ഇറക്കി വിട്ടു. ജീവൻ്റെ വൃക്ഷത്തിനുള്ള വഴി കാവൽ ചെയ്യുവാൻ അവിടെ നിന്ന് ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ എല്ലാ വശത്തേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്വാലയായുള്ള വാളായി നിർത്തി. അത് അടിപൊളിയാണ്. നല്ലൊരു എക്സ്പ്രഷനാണ്. ഓക്കെ അപ്പം ഇവിടെ ആദ്യം 20-ാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹീബ്രു വായിച്ചില്ല. കാരണം ഹീബ്രു വായിച്ച് ഒത്തിരി സമയം പോവും എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റി. കാരണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, ഈ ആഴ്ച മിസ് ചെയ്യില്ല. അതുകൊണ്ട് പെട്ടെന്ന് 4-ാമത്തെ അധ്യായം മുതൽ നമുക്ക് പതുക്കെ ഹീബ്രു വായിച്ചു തുടങ്ങാം. ഓക്കെ, ഇവിടെ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ആർക്ക് പേരിട്ടു? അവകാശം. നമ്മൾ പണ്ട് കേട്ട് പേരിടുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായി? മനുഷ്യനാണ് അവകാശയ്ക്ക് പേരിട്ടത്. ഈവ് എന്നുള്ള സ്ത്രീ എന്നുള്ളത് പേര് മാറ്റി ഈവ് എന്നുള്ള പേര് ഇട്ടു. ഹവ എന്നുള്ളതിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് മദർ ഓഫ് ഓൾ ലിവിങ് തിങ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ വേറൊരു ഡിസയർ, ആഗ്രഹം ഉള്ള ഒരർത്ഥം കൂടെ ഉണ്ട്. ഹെബ്രായ വാക്കിൽ ഹവ, അതൊരു വേർഡ് പ്ലേ പോലാണ്. മനസ്സിലായി? ഹവ എന്ന് പറയുമ്പോൾ ഡിസയർ, മോഹിച്ച് എടുത്ത് കഴിച്ചു. മനസ്സിലായി? അപ്പം അങ്ങനെ ഒരു അപ്പോൾ ആദാമാണ് അവയ്ക്ക് പേരിട്ട് എന്തിനാണെന്നറിയാലോ? മൃഗങ്ങളുടെ പേരിട്ടു. അതിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെയും മനുഷ്യത്തിയുടെയും ചുമതലയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഈവിന് പേരിട്ടു. ടേക്ക് കെയർ ചെയ്യേണ്ട കടമയാണ്. മനുഷ്യരായ നമ്മളെ എല്ലാ മനുഷ്യനോടും പറയാം, നമ്മളാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. നമ്മൾ നമ്മൾ സംരക്ഷിക്കാം എന്നുള്ള ഒരു ഇതാണ് നമ്മളവിടെ ഇത്. ഷീ ഈസ് എ മദർ ഓഫ്, എൻ്റെ കുട്ടികളുടെ അമ്മയാണ്, ഞാൻ സംരക്ഷിക്കാം. ഞാൻ പേരിട്ട്, ഇത്രയും നാളും വുമൺ എന്നായിരുന്നു, ഇപ്പം ഞാൻ പേര് കൊടുത്തു ഈവ്. ഇനിയും തൊട്ട് എൻ്റെ ജോലിയാണ് സ്ത്രീയെ സംരക്ഷിക്കാൻ എന്നുള്ളത്. അതിനെ എടുത്തിട്ട് സെക്കൻഡ് ക്ലാസ് ഇതുപോലൊക്കെ കാൽ ചവിട്ടിലിട്ട് ചവിട്ടാനും കൈയിട്ടടിക്കാനും അങ്ങനെയുള്ളതൊന്നും അല്ല. യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല.
ഷീ ഈസ് വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ഹർ. ശരിയാ, കൂതറ സ്വഭാവം ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സ്വഭാവം, നമ്മുടെ ഉത്തരവാദിത്തം, നമ്മൾ ഏറ്റെടുത്തതാണ്, നമ്മൾ പേരിട്ടതാണ്. ഓക്കെ, അതുകൊണ്ട് അത് മറക്കരുത്. ഓക്കെ, അത് ഇത് കഴിയുമ്പോൾ അടുത്ത എപ്പോഴും ഒരു വാക്കിങ് കഴിയുമ്പോൾ അടുത്തത് ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് വരുന്നത്. അഡോണായി ഗാഡ്, ദൈവമായ യഹോവ മനുഷ്യന് എന്തോ കൊടുത്തു? ആദാമിനും ഹവ്വയ്ക്കും തോല് കൊണ്ടുള്ളൊരു വസ്ത്രം കൊടുത്തു. തോല് കൊണ്ടെന്നല്ല, ഒരു ഗാർമെൻ്റ് ഓഫ് തോല് കൊണ്ടുള്ള ഒരു വസ്ത്രം ധരിപ്പിച്ചു. നമ്മൾ സംരക്ഷിക്കാൻ ഏറ്റെടുത്ത് നമ്മൾ പേർ വിളിച്ച മൃഗത്തിലെ ഏതോ രണ്ടെണ്ണത്തിനെയാണ്, മനുഷ്യനും സ്ത്രീക്കും. മേ ബി ഒന്നായിരിക്കും, മേ ബി രണ്ടായിരിക്കും. ആ മൃഗത്തെ ദൈവം ഇതെടുത്തിട്ടാണ് നമുക്ക് ആവയ്ക്കും അമ്മച്ചിക്കും അപ്പച്ചനും വസ്ത്രം ധരിച്ചു കൊടുത്തത്. സത്യമല്ലേ? സത്യമല്ലേ? ആണോ? വസ്ത്രം അവർക്ക് രണ്ടെണ്ണം കൊടുത്തത്. നമ്മൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആ മൃഗങ്ങളാണ് നമ്മുടെ പാപത്താൽ, നമ്മുടെ നഗ്നതയ്ക്ക് ഇതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, നഗ്നത ഉള്ളവരാർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടിച്ചു വെളി കളഞ്ഞു. നഗ്നതയോടുകൂടി ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ഇനി നഗ്നതയോട് ദൈവസന്നിധി ചെല്ലാൻ പറ്റും. ആർക്കും നഗ്നതയോടുകൂടി ദൈവസന്നിധി ചെല്ലരുതേ. അത് പാവമാണ്, നല്ല 1ാം ക്ലാസ് പാവമാണ്, അടിയും കിട്ടും. പിന്നെ കിടന്ന് കരയരുത്. ഊസ ഒരു നല്ല എക്സാമ്പിളാണ്. അറിഞ്ഞുകൊണ്ടോ അറിയാത്തോ കൊണ്ടോ എത്ര പേര്, നാദാബ് അബീഹു അന്യാഗ്നി കത്തിച്ചു, നഗ്നത കാണിച്ചു. അവർ അങ്ങനെ എത്ര പേരുടെ നഗ്നത അവർ കാണപ്പെടേണ്ടി വന്നു. പഴയ നിയമത്തിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നഗ്നതയോടുകൂടി ദൈവസന്നിധിയിൽ വരരുത്. വീണ്ടെടുക്കപ്പെട്ട മക്കൾക്ക് ധരിപ്പാനായി ഒരു വസ്ത്രമുണ്ട്. എന്തുവാ? യേശു ക്രിസ്തുവിനെ ധരിച്ചവരായി. മനസ്സിലായോ? ക്രിസ്തുവിനെ ധരിച്ചവരായ ദൈവസന്നിധി ഇതാണ്. അപ്പം ഇവിടെ പറയുമ്പം 2 തോല് കൊണ്ടുള്ള 2 വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കും. നമ്മൾ സംരക്ഷിക്കാൻ ഏറ്റെടുത്ത മൃഗത്തെ നമ്മുടെ പാപത്താൽ അതുങ്ങൾ മരിക്കേണ്ടി വന്നു. അതുങ്ങളുടെ തോല് കൊണ്ടാണ് നമുക്ക് വസ്ത്രം. ഈ തോല് ശരീരത്തിൽ കിടക്കുമ്പോൾ എപ്പോഴും ഓർത്തണം, ദൈവമേ, ഇറ്റ് ഈസ് മൈ സിൻ. ഞാൻ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. ഇറ്റ് ഈസ് മൈ സിൻ ദാറ്റ് അവർ മരിച്ചു പോയത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ വമ്മച്ചിക്ക് പേരിട്ടു. നമ്മൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് പേരിട്ട ഏറ്റവും അവസാനം നമ്മളുടെ ഉദരം കൊണ്ട് എത്രയോ അബ്യൂസ് നടക്കുന്നുണ്ട് അല്ലേ? എത്രയോ കഷ്ടതകൾ, എത്ര പ്രയാസങ്ങൾ നടക്കുന്നുണ്ട്. എനിവേ, അങ്ങനെ 2 കാര്യങ്ങൾ വന്നിരിക്കും. അടുത്തത്, ദൈവമായ യഹോവ അവർ നമ്മളെപ്പോലായി എന്ന്. ഇവിടെ ആ ഒരു ഹോൾ വാക്യത്തിൻ്റെ ആകെ ചുരുക്കം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പാപം ചെയ്ത് നന്മതിന്മകൾ തിരിച്ച് നമ്മളെപ്പോലെ അറിയും. ഇനിയും അവർക്ക് ആ ഒരു അതിൻ്റെ ഒരു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ആ ശമ്പളം കിട്ടാതെ അവർ പിന്നെയും മറ്റേത് പറിച്ച് തിന്ന് അവർ സെയിം മിസ്റ്റേക്ക് പിന്നെയും അവർ ഓൾറെഡി ദേ ആർ ടെംപ്റ്റഡ് ടു മേക്ക് മിസ്റ്റേക്ക്. അവർ പിന്നെയും ടെംപ്റ്റേഷൻ വന്ന് അത് കഴിച്ച് അവിടെ പിന്നെയും എന്നും ഇരിക്കേണ്ട അർത്ഥമുണ്ട്. ഫസ്റ്റ് അവർ മേക്ക് ചെയ്ത മിസ്റ്റേക്കിൻ്റെ പാപത്തിൻ്റെ പരിഹാരം അവർ മനസ്സിലാക്കി, അവർക്ക് ആ തെറ്റാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായി? ഇപ്പോൾ അവർ പാപം കഴിച്ചു, അവർ നഗ്നരായിപ്പോയി. ലെറ്റ് ദം ഗോ ഔട്ട്, ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്. അവർ മനസ്സിലായി? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും, നമ്മൾ വേറെ ആരും ഇൻ്റർഫിയർ ചെയ്യില്ല അവരുടെ കാര്യത്തിൽ. 2 പേര് ഒരു ബോക്സിങ് ക്ലാസ് കൊടുത്തിട്ട് 2 പേരെ വെളിയിലോട്ട് ഇറക്കി അടിച്ചോളം പറയാം, തമ്മിൽ തല്ലിക്കോളം പറയാം. അവരടിച്ചാൽ ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്. മനസ്സിലായി? അവരുടെ കംഫർട്ട് സോൺ, ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്. നമ്മൾ തലയിടും തോറും അത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കത്തുള്ളൂ. മനസ്സിലായി? ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്. മനസ്സിലായി? അതാണ് അമ്മായിപ്പന്മാരോടും അമ്മായിമ്മമാരോടും അപ്പനമ്മമാരോടും അമ്മമാരോടും മറ്റുള്ള എല്ലാവരോടും പറയാനുള്ളത്. ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്. അവർ പക്വത വരട്ടെ. മനസ്സിലായി? അല്ലാതെ
ചാടിക്കറി അതിൻ്റെ തലകിട്ട് മുഴുവൻ വേഴ്സ് ആക്കാതെ. മനസ്സിലായി? ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്, ലെറ്റ് ദം ഫൈൻഡ് ദെയർ കംഫർട്ട് സോൺ, അവരൊരുമിച്ച് വരട്ടെ എന്ന് പറയുന്നതിനുള്ള രീതി. ഇപ്പോൾ ഇവർ പാപത്താൽ ഒരു നഗ്നരായി, അവരെ വസ്ത്രം ധരിച്ചു. ലെറ്റ് ദം ഗോ ഔട്ട്, ലെറ്റ് ദം അവരുടെ തെറ്റ് മനസ്സിലാക്കട്ടെ. ഞാൻ എവിടെ വീണ് പോയി, എന്തുകൊണ്ടാണ് ഞാനിത് വീണ് പോയി. ഇപ്പം നമ്മൾ എന്തോ പുതിയ നിയമത്തിൽ വായിക്കുമ്പം നമ്മൾ വായിക്കാറുണ്ട്, ഇപ്പം നമ്മൾ അവരോട് ഒരു വിശ്വാസി തെറ്റ് ചെയ്താൽ അവനോട് 1-2 പ്രാവശ്യം ഉപദേശിക്കുക. അവ കേട്ടില്ലെങ്കിൽ അവനെ കിക്ക് ഔട്ട് ചെയ്യുക. സാത്താൻ ഏൽപ്പിക്കാൻ പറയുന്നത്, പക്ഷേ അവനെ കിക്ക് ഔട്ട് ചെയ്യുക. ലെറ്റ് ദ ഫിഗർ ഇറ്റ് ഔട്ട്, കം ബാക്ക്. മനസ്സിലായി? അവൻ്റെ തെറ്റ് മനസ്സിലായി എന്ന് പറയുന്ന പോലെ ഇവിടെയും സെയിം തിങ് പ്രിൻസിപ്പിൾ, ആ ഒരു സെയിം കോൺസെപ്റ്റ് അവിടെ പൗലോസും യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? ലെറ്റ് ദം ഗോ ഔട്ട്, ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്. അവരുടെ ആ കേഴ്സ് ഇത്രയും കാലം അവർക്ക് നല്ല ഹൈ, നല്ല സുഖിച്ച് ഉള്ള സ്റ്റാറ്റസ് ആയിരുന്നു, റൈറ്റ്? അവരത് മിസ്യൂസ് ചെയ്തു. നാം ലെറ്റ് ദം ഗോ ഔട്ട്, ഫിഗർ ഇറ്റ് ഔട്ട്. അയ്യോ, ഞാൻ എവിടെയാണ് തെറ്റിപ്പോയത് എന്നുള്ളത്. ഈ സെയിം തിങ്ങാണ് ഇസ്രായേൽ മക്കൾക്കും. യഹോവ ഞാൻ അല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അവർ മിസ്യൂസ് ചെയ്ത് മാക്സിമം മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തോ പറ്റൂ, എക്സൈൽ ചെയ്യപ്പെട്ടു. അവരെ ബാബിലോട്ടും മറ്റുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം അവർ ചിതറി പാർക്കപ്പെട്ടു പോയി. തിരിച്ചു വന്ന ആൾക്കാരെ അവരുടെ ആദ്യം അവർ ചെയ്തെന്താ പറയുക, അവരുടെ ആദ്യത്തെ മിസ്റ്റേക്ക് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യും, ഞങ്ങൾ എവിടെയാണ് വീണ് പോയെന്ന്. അത് എസ്രാ, നെഹമ്യാവ് അങ്ങനെയുള്ളത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ തിന്മ എങ്ങനെ വന്നു എന്നുള്ള, അതുവരെ അവർ തിന്മ എങ്ങനെയാണെന്ന് വലിയ അംഗീകരിച്ചിട്ടില്ല. തിന്മ എന്ന് വന്നു. അതുകൊണ്ടാണ് കുമ്രാൻ റോൾ എന്ന് പറഞ്ഞ സ്ക്രോൾ എന്ന് പറഞ്ഞാൽ കുമ്രാൻ സ്ക്രോളുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ വായിച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് തിന്മ എങ്ങനെ വന്നു. അതുകൊണ്ടാണ് ഒത്തിരി മേക്കപ്പ് സ്റ്റോറികൾ, ജാഷർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ അതിൻ്റെ അകത്തെല്ലാം തിന്മ എങ്ങനെ വന്നു എന്നുള്ള ഒറ്റ കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ മനസ്സിലായി. അപ്പോൾ അതേപോലെ അവർക്ക് ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്യട്ടെ, ലെറ്റം അവർ അവിടെ. അത് കഴിഞ്ഞ് വരുമ്പം അവർ അയ്യോ ഞാൻ തെറ്റിപ്പോയി എന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ജീവൻ്റെ ഫലം കൊടുക്കും. അതല്ലാതെ തെറ്റ് അനുഭവിക്കാതെ അവർക്ക് കൊടുത്ത, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഉള്ള ചില പിള്ളേരെ പോലെ അവർ പക്വതയില്ലാത്തവർക്ക് എല്ലാവർക്കും അതും ഇതുമെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഏറ്റവും അവസാനം പിള്ളേർ പോയി ചെന്ന് പട്ടോന്ന് കഴിഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് വീണ് കഴിയുമ്പോൾ മാതാപിതാക്കന്മാർ അയ്യോ ഞങ്ങൾ എവിടെ തെറ്റിപ്പോയി എന്ന് അവർ തീരുമാനിക്കും. അതിനു മുമ്പേ പക്വതയോട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. പക്ഷേ മനസ്സിലായി? അപ്പോൾ അതേപോലൊരു കോൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലതം അവരിപ്പോൾ നമ്മളെപ്പോലെ നന്മകൾ അറിയാം. ഓക്കെ, ലതം ഫിഗർ ഇറ്റ് ഔട്ട്, ഞാൻ എവിടെ തെറ്റിപ്പോയെന്ന്. അത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് നമുക്ക് കൊടുക്കാം. അല്ലാതെ നമ്മൾ ഇവരെ ഇട്ടാൽ എഗെയിൻ ടെംപ്റ്റേഷൻ വരും. അവർ പക്വതയില്ലായ്മ കൊണ്ട് ജീവൻ്റെ ഫലം കഴിക്കും. അവർക്കതിൻ്റെ വില അറിയത്തില്ല. മനസ്സിലായി? നമ്മളിപ്പം പോയി നമുക്കറിയാം വില എങ്ങനെ. ഇറ്റ് ഈസ് ഗ്രേസ്, കൃപയാലാണ് നമുക്ക് ഈ അവസരം കിട്ടിയത്. മനസ്സിലായി? ആ കൃപ എന്തുവാണെന്ന് അവരൊന്ന് മനസ്സിലാക്കട്ടെ. മനസ്സിലായി? ആ ഒരു കോൺസെപ്റ്റാണ് അവിടെ. അത് കഴിഞ്ഞ് അവരെ എടുത്ത് വെളിയിലിട്ട് അവർ കൾട്ടിവേറ്റ് ചെയ്യട്ടെ. അവർ ഇത്രയും നാളും ദൈവം സൃഷ്ടിക്കപ്പെട്ട മരത്തിൽ ഞാൻ അവർ കഷ്ടപ്പെട്ട് മുളച്ചു വരുന്ന എല്ലാം ഒന്ന് ഇതൊക്കെ ഒന്ന് നഷ്ടപ്പെടുന്നതും എല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് ഈ ജീവരക്ഷത്തിൻ്റെ ഫലം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതേപോലെ തന്നെ ഈ റെവലേഷനെ പറ്റിയുള്ള ഈ ഒരവസ്ഥ ഈ അപ്പോസ്തലന്മാരുടെ കാലത്തൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. മനസ്സിലായി? ഈ അതിനെന്താ പറയുന്നത്, ഈ സാധുക്യർ പറയുന്നു ഒരു ആഫ്റ്റർ ലൈഫ്, അതൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ ഈ അപ്പോസ്തലന്മാരുടെ കാലശേഷമൊക്കെ കഴിഞ്ഞാൽ 1ാമത്തെ സെഞ്ച്വറി അവസാനം 2ാം സെഞ്ച്വറിയൊക്കെ വന്നപ്പം ഭയങ്കര ഈ അപ്പോക്കാലിപ്സിനെ പറ്റി ഈ റെവലേഷനെ പറ്റി ഒരു ഭയങ്കര, അത് കഴിഞ്ഞ് അത് ഒരു 2ാമത്തെ സെഞ്ച്വറിയോടുകൂടി അത് തീർന്നു. പിന്നെ 17ാമത്തെ 18ാമത്തെ സെഞ്ച്വറി കഴിഞ്ഞപ്പം പിന്നൊരു പോക്കായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് റെവലേഷൻ, നമ്മളുടെ അവസാനം എങ്ങനെ ആയിത്തീരും, എന്ന് ദൈവം വരും, എങ്ങനെ ദൈവം ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ they are not bothered about what to do in this life. They are bothered about
വാട്ട്സ് കമ്മിങ്, വാട്ട്സ് എ ഹെഡ്, വാട്ട്സ് അവർ ഫ്യൂച്ചർ വെൻ ജീസസ്. ഇപ്പം ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ സന്തോഷം, യേശുപ്പിച്ചൻ അത് പറയുക എന്നാ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു ഉപവാസപ്രാർത്ഥന, മിക്ക ചർച്ചകളും ഒരു ഉപവാസപ്രാർത്ഥന, ഗുണപ്പെടാത്തവന്മാരെല്ലാം ഗുണപ്പെട്ട് സ്വർഗത്തിൽ പോട്ടെന്ന് പറഞ്ഞ് വയ്ക്കത്തില്ലയോ. അന്ന് പിന്നെ കാത്തിരിപ്പിയോഗത്തിൻ്റെ പൂരമായിരിക്കും എല്ലാ ചർച്ചിലും. ഡ്രമ്മടിയും പാട്ടും പ്രാർത്ഥനയും മാത്രമേ കാണത്തുള്ളൂ എന്നവർ കറക്റ്റ് വരുന്നത്. പക്ഷേ യേശുപ്പിച്ചൻ പറഞ്ഞു, കള്ളനെ പോലെ വരും. എപ്പോഴാണ് വരുന്നത് പറയാം. എപ്പോഴും മക്കളെ നിങ്ങൾ റെഡിയായിരുന്നു, എപ്പോഴും റെഡിയായി ഇരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് ജീവിച്ചാൽ എടുക്കപ്പെടും, ഇല്ലെങ്കിൽ പോക്ക് കേസായിട്ട് തന്നെ. അപ്പം അതേപോലെ തന്നെ റെവലേഷൻ എപ്പോഴും അറിയാൻ വേണ്ടി ഒരു ഇതാണ്. പക്ഷേ ഈ ജീവിതത്തിൽ ജീവിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചപ്പം ആ ദേവദാസൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെവലേഷൻ ഇപ്പം മരണത്തിൻ്റെ പാട്ട് നമ്മൾ കുടുംബ പ്രാർത്ഥനയിലൊന്നും പാടി ആശ്വസിക്കാറില്ല. എന്നാൽ അത് പാടി ആശ്വസിക്കേണ്ടതാണ്. നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ആ പാട്ടൊക്കെ പാടി നമ്മൾ സന്തോഷിക്കേണ്ട ആണ്. പക്ഷെ നമ്മൾ ഓഫ്റ്റൻ ടൈം നമ്മൾക്ക് പേടിയായതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത്, നമ്മൾ പേടിയോടുകൂടി നമ്മുടെ ഫ്യൂച്ചർ ഭാവി എന്താ ആയിരിക്കണമെന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ റെവലേഷൻ യൂസ് ചെയ്യുന്നത്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടൊക്കെയാണ് നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യണം. ഇതൊക്കെ ഒന്ന് ഡൈസെക്റ്റ് ചെയ്ത് ഇതൊക്കെ 666 എന്നൊക്കെ ഉള്ളതൊക്കെ കണ്ടുപിടിച്ച് എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ച്, മനസ്സിലായോ, നമുക്ക് ആ സമയത്തേക്ക് റെഡി ആയിരിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്തത്. ആ വേലത്തിലൊക്കെ ദൈവത്തിന് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഓക്കെ, ഞാൻ കള്ളനെ പോലെ വരത്തുള്ളൂ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. മനസ്സിലായോ, പുത്രന് കൂടി അറിയത്തില്ല എന്നുള്ള വാക്ക് അതിൻ്റെ അകത്ത് വലിയൊരു ഇതുണ്ട്, ട്രാൻസ്ലേഷൻ്റെ ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ അത് പറയുന്നില്ല. എനിവേ, അപ്പം ദൈവം നമുക്ക് ഒരു ഹിൻറ്റ് പോലും തന്നിട്ടില്ല. കള്ളനെ പോലെ വരുന്നത് ഉള്ള ഹിൻ്റ് അല്ലാതെ വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. മനസ്സിലായി. അപ്പോൾ എപ്പോഴും റെഡി ആയിരിക്കാം. അപ്പോൾ റെവലേഷൻ അതേപോലെയുള്ള രീതി നമുക്ക് ഫ്യൂച്ചർ അറിയും. അതേപോലെ തിന്മ എന്തുവാണെന്നറിയാം. നമുക്കെപ്പോഴും എല്ലാം അറിഞ്ഞിട്ട് ഒരു പക്വതയില്ലായ്മയോടുകൂടി ഇരിക്കുക. നോ, ബി സോബർ മൈൻഡ്, ബി മച്വർ mature in Lord Jesus Christ. അതിൻ്റെ നടപ്പിലും പ്രവൃത്തിയിലും എല്ലാം ബി മറ്റുവർ. ഓക്കെ, അങ്ങനെ ആയിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സേവിക്കാൻ മതി. ഓക്കെ, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരിപ്പം ഇന്ന കാര്യങ്ങൾ അറിയാം, ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്, ലെറ്റ് ദം കം ബാക്ക്. അതിൻ്റെ ഇപ്പം പക്വതയില്ലായ്മയോടെ അവർ കഴിച്ചെടുത്ത് അത് ദുരുപയോഗം, ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്, കം ബാക്ക് ബൈ ഗ്രേസ്, യു വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് ദ ട്രീ ഓഫ് ലൈഫ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് പറയുന്നത്, വെൻ യു ഡ്രോ ഔട്ട് ദ മാൻ, അത് ഈസ്റ്റേൺ സൈഡിലോട്ട്, ഏതെൻ്റെ ഈസ്റ്റേൺ സൈഡിലോട്ട് അടിച്ചു കളഞ്ഞിട്ട് അവിടെ കെരൂബുകളെ വെച്ചേക്കുന്നത്. മലയാളത്തിൽ വായിച്ചിരിക്കുന്ന കെരൂബുകളെ വെച്ചേക്കുന്ന, ഹീബ്രുവിലും കെറൂബീംസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കാണാമായിരിക്കും. പക്ഷേ അവരുടെ വാള് ഡിഫറെൻറ്റ് ട്രാൻസ്ലേഷനിലും ഡിഫറെൻറ്റ് രീതിയാണ് വെച്ചേക്കുന്നത്. മനസ്സിലായി. വെള്ളി സോഡ് വെച്ചേക്കുന്നു. അതും ജീവൻ്റെ വൃക്ഷത്തിലോട്ടുള്ള ബലം അവർ വന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി കാവൽ ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണ് സ്ത്രീകൾക്ക് പേരിട്ട്, നമ്മളൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളാണ്. ഈ അടിച്ച് താക്കപ്പെടുന്നതും അതേപോലുള്ള ആവശ്യമില്ലാത്ത അബ്യൂസീവ് കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാം. എന്നിട്ട് അതൊക്കെ മാറ്റി നമ്മളൊക്കെ അവരെ സ്നേഹിച്ച് അവരെ സംരക്ഷിച്ച് അവരുടെ ഇതിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഈ സംരക്ഷിക്കേണ്ട ആനിമൽ, നമ്മൾ സംരക്ഷിക്കേണ്ട ആനിമൽ നമ്മുടെ പാവത്താൽ അവർ കൊല്ലപ്പെട്ട് നമ്മൾക്ക് വസ്ത്രമായി തരും. ആ ഒരു ബോധം നമുക്ക് വരട്ടെ. ഓക്കെ, അത് കഴിഞ്ഞ് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പക്വതയില്ലായ്മയോട് എടുക്കാതെ നിങ്ങൾ പോയി ഫൈൻഡ് ഔട്ട് വേർ യു ഹാവ് ഫോളൺ, നിങ്ങളെവിടെ വീഴ്ത്തപ്പെട്ടു പോയെന്ന് അറിയുക. നമ്മൾ ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ കുറേയൊക്കെ അറിഞ്ഞിരുന്നു, മനസ്സിലായി, എപ്പോൾ വരുന്നതെന്ന് അറിഞ്ഞിരുന്ന് ആ സമയത്തേക്ക് നൊടുക്ക് വിദ്യകളൊക്കെ കാണിച്ചിരുന്ന ഏറ്റവും അവസാനം അവിടെ ചെല്ലുമ്പോൾ പറയും, നീ ആരാന്ന് പോലും ഞാൻ അറിയുന്നില്ലെന്ന് പറയും. അങ്ങനെ വരാതെ നമ്മൾ ദൈവത്തെ അറിഞ്ഞ്, നമ്മൾ ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കാതെ റൈറ്റ് വേ പോയി എവിടെ വീണെന്ന് അറിഞ്ഞ് ആ വീഴ്ച അംഗീകരിച്ച്,
മനസ്സിലായി? യേശു ക്രിസ്തുവിനാൽ ജയിച്ചു. കൃപയാലാണ് നമുക്കിത് കിട്ടിയെന്നുള്ള ആ ബോധത്തോടെ നമുക്ക് തിരിച്ചു വന്ന് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും അവസാനം പിന്നെ നമ്മൾ വരാതിരിക്കാൻ വേണ്ടി കെരൂബുകളുടെ ഇത് മനസ്സിലായി വെച്ചിരിക്കുന്നത് പറയുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ എല്ലാം ആത്തിൻ്റെ അകത്തുക ഒന്നുകൂടെ പറയണം. ഒന്ന് പാമ്പിന് പറ്റിയത്. പാമ്പിന് ഫുൾ ഒരു ചോദ്യമില്ലായിരുന്നു, സ്ട്രെയിറ്റ് പണിഷ്മെൻ്റ് ആയിരുന്നു, ഇന്ന സ്റ്റാറ്റസ് ആയിരുന്നു, താഴ്ത്തപ്പെട്ടു പോയി. ബട്ട് എനിമിറ്റി ഓൾവേസ് ദെയർ. അത് ദൈവത്തിൻ്റെ മക്കളും പാമ്പിൻ്റെ മക്കളും തമ്മിലുള്ള സ്റ്റാറ്റസ്, ആ എനിമിറ്റി എപ്പോഴും കാണും. യേശു ക്രിസ്തു സർപ്പത്തിൻ്റെ തലയെ തകർത്തു, പക്ഷെ എന്നാൽ കുതികാല് കടിക്കും. കുതികാല് മീൻസ് വീക്കസ്റ്റ് പോയിൻറ്റ്. ആ വീക്കസ്റ്റ് പോയിൻ്റ് എവിടെ നിന്ന് അത് നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനെ നമുക്ക് ഇത് ചെയ്യാം. സ്ത്രീകളോടുള്ള നിങ്ങളുടെ പെയിൻ ഗർഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് പ്രോസസ്സ് തൊട്ട് ആ ഹോൾ പ്രോസസ്സിന് ലൈക്ക് പൈതങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന എല്ലാ പോയിൻറ്റിനുമാണ് പറയുന്നത്. മനസ്സിലായി? അത് ഇമ്മച്യൂറായിട്ട് അവമ്മച്ചി അന്ന് ഇമ്മച്യൂറായിട്ട് ആരോടും ചോദിക്കാതെ എടുത്ത് കഴിച്ച് ആ സെയിം മിസ്റ്റേക്ക് നമ്മൾ ഇനി എഗെയിൻ മേക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടെടുപ്പിനാൽ കിട്ടിയ സ്റ്റാറ്റസ് പിന്നെയും കളഞ്ഞ് നശിപ്പിക്കാതെ. മനസ്സിലായി? അതുകൊണ്ടാണ് വളരെ സ്വപ്നം പറയുന്നത്, മാന്യതയോട് വസ്ത്രം ധരിക്കുക, നല്ല രീതി തലയൊക്കെ ഇട്ട് നല്ല പിന്നിയ വസ്ത്രം അതൊക്കെ വരിക. മനസ്സിലായി? മാന്യതയോട് കൂടി വരിക എന്ന് പറയുന്നത്. ആ സെയിം മിസ്റ്റേക്ക് ഇമ്മച്യൂരിറ്റിയോട് പിന്നെയും മേക്ക് ചെയ്ത് പിന്നെയും ആണോ? വേണ്ട, അത് വരാതിരിക്കും. അതേപോലെ സ്ത്രീക്കും മനുഷ്യനോടുള്ള അതൊരു സങ്കടകരമായ അവസ്ഥയാണ്. അത് ഇപ്പോഴും നടന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ്. മനസ്സിലായി? അംഗീകാരം കിട്ടാത്ത ചില സമയത്ത് അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സൈഡും ഇമ്മച്യൂരിറ്റി ഉണ്ട്. മനസ്സിലായി? പക്വതയില്ല, കൊച്ചമ്മ സ്റ്റാറ്റസ് കൊണ്ട് അന്ന് ഇപ്പുറത്തെ ഇതുകൊണ്ട് അതൊക്കെ കളഞ്ഞ് നമുക്ക് ദൈവത്തിൽ ഒന്നിക്കാം. ഇച്ചിരി താഴ്ത്തപ്പെട്ട് കൊടുത്താലും ഒരു പോസിറ്റീവ് റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നല്ലതാകത്തില്ലേ? മനസ്സിലായി? പിന്നെ ആദാമിനോട് ഭാര്യയുടെ വാക്ക് ദൈവത്തെക്കാട്ടും ഉപരിയായി ഭാര്യയുടെ വാക്ക് കേട്ട് സെയിം മിസ്റ്റേക്ക് ഡോണ്ട് റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക്. നമ്മൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു പറഞ്ഞു. ഒരിക്കലും ചരിത്രം നമ്മളെ ഒന്നും പഠിപ്പിക്കാറില്ല. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ സ്റ്റാറ്റസൊക്കെ നമ്മുടെ അവസ്ഥയൊക്കെ ഒത്തിരി വരും. ചരിത്രം മേക്ക് ചെയ്ത് ആ സെയിം മിസ്റ്റേക്ക് തന്നെ നമ്മൾ ഓവർ പിന്നെയും മേക്ക് ചെയ്യുന്നു. ആ സ്റ്റാറ്റസ് മേക്ക് ചെയ്യാതെ പിന്നെ അടുത്ത യേശുപ്പച്ചൻ്റെ ആ സ്റ്റാറ്റസ് ത്രോൺസും ത്രിസൽസും സ്വരും നല്ല നിലത്ത് വീണ ഗോതമ്പ് മണി പോലെ നല്ല ഇതായി. മനസ്സിലായി? നമുക്ക് വേണ്ടി പിന്നെ നമ്മൾ അവമച്ചി നമ്മൾ സ്ത്രീയെ സംരക്ഷിച്ചോളാം എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ പേരിട്ടു ഈവ്. ഓക്കെ, ഈവിന് 2 മീനിങ് ഉണ്ട്. ഒന്ന്, ഷീ ഈസ് ദ മദർ ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ്. അടുത്ത വൺ, ഡിസയർ, ആഗ്രഹം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സംരക്ഷിക്കേണ്ട ആനിമൽ നമ്മുടെ ഭാഗത്താൽ അതിനെ കൊല്ലപ്പെട്ട് നമുക്ക് വസ്ത്രമായി തന്നു. അതെന്തിനാ? ഈ വസ്ത്രം കാണുമ്പോൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ സംരക്ഷിക്കേണ്ടതായിരുന്നു, പക്ഷേ നമ്മുടെ ഭാഗത്താലാണ് അത് വന്നത്. അതുകൊണ്ട് സംരക്ഷണക്കുറവും മറക്കരുതേ. പിന്നെ അടുത്തത് വരുന്നത് ഓക്കെ, അവർ നമ്മളെപ്പോലും നന്മതിന്മകൾ അറിഞ്ഞു. അവർ പക്വതയില്ലായ്മ കൊണ്ട് പിന്നെയും ആ സെയിം മിസ്റ്റേക്ക് എടുക്കാതെ ലെറ്റ് ദം ഗോ ഫിഗർ ഇറ്റ് ഔട്ട്, കം ബാക്ക്. അവർ കൃപയാലാണ് നിങ്ങൾക്ക് ഇത് സ്റ്റാറ്റസ് കിട്ടിയെന്നുള്ളത്. നിങ്ങളുടെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കളഞ്ഞു നശിപ്പിച്ചു. നമ്മുടെ പുത്രൻ ബൈബിളിൽ പറയുന്നില്ലെങ്കിലും നമ്മളെല്ലാവരും പറയുന്നത് ആ ഒരു വ്യക്തിയെ പോലെ ഫുൾ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ കളഞ്ഞ് നശിപ്പിച്ച് പോയി. ഇനിയും വരുന്നുണ്ട്. ആ പിതാവ് നമ്മളെ നോക്കിയിരിക്കുകയാണ്. മനസ്സിലായി? ഇനി കൃപയാലാണ് ആ സ്റ്റാറ്റസ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അഹങ്കരിക്കാതെ നകൽക്കാതെ പക്വതയോടെ നമുക്ക് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാൻ ആഗ്രഹിക്കാം. അത് കഴിഞ്ഞ് മനുഷ്യനെ പുറത്താക്കി നഗ്നതയോടുകൂടി ദൈവസന്നിധി വരാൻ പറ്റത്തില്ല. ദൂതന്മാരെ വാൾ കൊണ്ട് വേലി കെട്ടി കാഴ്ച. ഇനി ക്രിസ്തുവിനെ ധരിച്ചവരായിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
ബി കെയർഫുൾ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സുഖസുഖമായി ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് കുറച്ച് സമയങ്ങൾ ഞങ്ങൾക്ക് വചനത്തിൽ കൂടെ ദൈവമേ ഞങ്ങളുടെ വീഴ്ചയെപ്പറ്റി ഞങ്ങൾക്ക് പഠിക്കുവാനായാലും ഞങ്ങൾ എവിടെ വെച്ച് വീണു, എങ്ങനെ വീണു എന്നുള്ള ഒരു ബോധം ഞങ്ങൾക്ക് വരുവാനും ഞങ്ങൾ ആ തെറ്റ് അംഗീകരിക്കാനും ആ വീണ്ടെടുപ്പിൻ്റെ അവസ്ഥ, ആ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് കിട്ടുവാനും കൃപയാലാണ് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് ദൈവമേ അപ്പച്ചൻ്റെ സന്നിധി നഗ്നതയോടുകൂടിയല്ല ക്രിസ്തുവിനെ ധരിച്ചവരായി കടന്നു വരുവാനും ആ അപ്പച്ചനുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് എൻജോയ് ചെയ്യുവാനും ദൈവമേ എവറി ഡേ അത് ഞങ്ങൾക്ക് ആ ഊഷ്മളതയോടുകൂടി ദൈവമേ സ്പ്ലെൻഡർ ഓഫ് യുവർ മാജസ്റ്റി ദൈവമേ ആ ക്ലോത്ത് ഇൻ ആ മാജസ്റ്റി ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാനും എപ്പോഴും ഞങ്ങൾക്ക് സ്തുതി കൊടുക്കാനും ദൈവമേ ഞങ്ങൾ വീഴ്ത്തപ്പെട്ട് പോയതാണല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പകരമൊന്നും കാണാതെ ഞങ്ങൾക്ക് വേണ്ടി വേറെ ദൂതന്മാർക്കോ ഈ പാമ്പിനോ ഒന്നിനും വേറൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തില്ല. ഞങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് തന്നു. ഞങ്ങൾക്ക് ആ കൃപയാലാണ് ഞങ്ങൾ വന്നത് എന്നുള്ള ബോധത്തോടെ ഞങ്ങൾ ആ സ്നേഹം സന്തോഷം എവറി ഡേ എൻജോയ് ചെയ്യാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് തെറ്റുകുറ്റങ്ങൾ എല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ ഒരു പഠിച്ച ലെസൺ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കത് ദൈവമേ അത് എവറി ഡേ ലൈഫ് ഞങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയി തീരുമാനമാക്കണമേ. യേശു മനസ്സിലാക്കണമേ. യേശു തന്നെ ആമേൻ.